ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും റിവ്യൂ മെഡിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബ്രഹ്മദേവ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ കാറുകളിലൊക്കെ ഉണ്ടായിരുന്ന പഴയ ആംപ്ലിഫയർ, സബ്വൂഫറുകളൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റാണ്ട്. അത് കാരണം നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ആംപ്ലിഫയർ, സബ്വൂഫറൊക്കെ വീട്ടിൽ തന്നെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമർ നമ്മൾ UPS നിന്ന്, നമ്മുടെ പഴയ കമ്പ്യൂട്ടറിൻ്റെ UPS നിന്ന് ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്കിത് സ്ക്രാപ്പായിട്ട് കിട്ടും, നമുക്ക് മേടിക്കാൻ കിട്ടും, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്കിത് പഴയതായതുകൊണ്ട് തന്നെ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനായിട്ടുള്ള വേണ്ട ട്രാൻസ്ഫോമറിൽ പ്രൈമറി, സെക്കൻഡറി കോയിലാണ് ഉണ്ടാവുക. അതിനായിട്ട് നമുക്ക് ഒരു മൾട്ടിമീറ്റർ വേണം, അതിൻ്റെ പ്രൈമറി സെക്കൻഡറി ചെക്ക് ചെയ്യാനായിട്ട്. അതെന്താണെന്ന് ഞാൻ ഫുള്ളും പറയാം. ആദ്യം തന്നെ നമുക്ക് പ്രൈമറി എന്ന് പറയുന്ന കനം കുറഞ്ഞ വയറുകളാണ് പ്രൈമറി ഉണ്ടാവുക, സെക്കൻഡറി കനം കൂടിയ വയറുകളാവും. അപ്പോൾ നമ്മളൊരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്കൊരു ഔട്ട്പുട്ട് ഒരു 12 വോൾട്ട് അല്ലെങ്കിൽ 30 വോൾട്ട്, മാക്സിമം 40 വോൾട്ടുകൾ കിട്ടാവുന്ന ഒരു ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു മൾട്ടിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവസാനത്തിൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് 2000 ഓംസിനാണ് നമ്മൾ ഇടേണ്ടത്. നമുക്ക് പ്രൈമറി കോയിലാണ് ചെക്ക് ചെയ്യേണ്ടത്, കാരണം നമുക്കൊരു ഔട്ട്പുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30-40 വോൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ വയറുകൾ പ്രൈമറി എടുത്തുകൊണ്ട് ബ്ലാക്കും റെഡും കൂടി കൂട്ടി മുട്ടിക്കുമ്പോൾ നമുക്കൊരു 9, 10, 11 ആ റേഞ്ചാണ് നമുക്ക് കിട്ടുക. അതിൽ കുറഞ്ഞതും ഉണ്ടാവും, കൂടിയതുണ്ടാവും. കാരണം വെച്ചാൽ ഇത് ഇൻവെർട്ടർ യൂസ് ചെയ്യണത് കാരണം വേരിയബിൾ ആയിട്ടുള്ള കറണ്ടും കൊടുക്കാനും വാങ്ങാനുള്ളത് കൊണ്ടാണ്. നമ്മൾ കൂടുതൽ ടെക്നിക്കലി പോകില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നമ്മൾ 2 വയർ കൂട്ടി മുട്ടിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 9, 10 മൾട്ടിമീറ്ററിൽ കാണാം. അപ്പോൾ നമുക്ക് 10 ആണ് വേണ്ടത്. നമ്മൾ 10 ആയിട്ടുള്ള വയർ സൂട്ടബിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഓരോരോ വയർ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് അതിൽ കാണുന്നത്. അപ്പം നമ്മൾ എടുക്കുന്നത് ബ്ലാക്കും ഗ്രീനും വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് 10 ആണ് നമുക്ക് കാണുന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വയറുകൾ പ്രൈമറിൽ നമുക്ക് ആവശ്യമുള്ളതില്ല, അത് കാരണം നമുക്കെല്ലാം ടേപ്പ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് സെക്കൻഡറിയിൽ വരുന്നതാണ് 3 വയറുകളുണ്ട്. അതിൽ 2 വോൾട്ടായിട്ട് കിട്ടും നമുക്ക്, ഒന്നില്ലെങ്കിൽ കുറഞ്ഞ അല്ലെങ്കിൽ കൂടിയ വോൾട്ടായിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഓഡിറ്ററിൻ്റെ ആംപ്ലിഫയർ ആണ് എടുക്കുന്നത്. നമുക്ക് JBLൻ്റെയും കെൻവുഡിൻ്റെയും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു 3 ആംപ്ലിഫയർ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ കൊണ്ട് ഫങ്ഷൻ ആവില്ല, കാരണം നമ്മൾ എടുക്കുന്നത് ഒരു ഓഡിറ്ററിൻ്റെ ആംപ്ലിഫയർ ആണ്. അത് നല്ല പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓഡിറ്ററാണ്. ബാക്കിയുള്ള ഈ ഗ്രീനും ബ്ലാക്കും വയർ വെച്ച് ബാക്കിയൊക്കെ നമുക്ക് ടേപ്പ് ചെയ്യാം, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഗ്രീനും വയറുമാണ് ഇൻപുട്ടായിട്ടുള്ളത്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രീനും വയറിലാണ് നമ്മൾ AC 220 വോൾട്ട് കൊടുക്കേണ്ടത്. ശരിക്കും ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രൈമറിൽ കൊടുക്കുന്ന ഒരു കറണ്ടിനെ സെക്കൻഡറി ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ഡൗണോ സ്റ്റെപ്പ് അപ്പും ചെയ്യാം. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. നമുക്കിപ്പോൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വോൾട്ടേജ് ആണ്. നമ്മുടെ മൾട്ടിമീറ്ററിൽ നമ്മൾ ഒരിക്കലും DC ഇടരുത്. ട്രാൻസ്ഫോമറിൽ വരുന്ന കറണ്ട് എല്ലാം AC ആണ്, ഓൾട്ടർനേറ്റീവ് കറണ്ട്. അപ്പോൾ AC നമ്മൾ 200 ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് വയർ റെഡും ബ്ലൂവും വയറാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 6.3, 6.4 ആ വോൾട്ടേജ് നമുക്ക് പോരാ. അപ്പം നമുക്ക് നെക്സ്റ്റ് വയർ ചെക്ക് ചെയ്യാം. ബ്ലൂവും ബ്രൗണും ആണ് നമുക്ക് നെക്സ്റ്റ് വയർ ഉള്ളത്, അതും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ അത് എത്രയാണ് വോൾട്ടേജ് നമുക്ക് നോക്കാം. ഇതിന് വോൾട്ടേജ് വരുന്നത് 13, 13.1 ആണ് നമുക്ക് വോൾട്ടേജ്. നമുക്ക് കാറിന് കിട്ടുന്ന വോൾട്ടേജ് 12 വോൾട്ട് മുതൽ 14 വോൾട്ട് ഓൾമോസ്റ്റ് നമുക്ക് കാറിൽ നിന്ന് മാക്സിമം കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് സെറ്റ് ചെയ്യാണ് വേണ്ടത് ഒരു ബോക്സിൽ. ഈ ബോക്സ് നമുക്കിതുപോലെ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ബോക്സാണ് ഇത്. നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ട്രാൻസ്ഫോമറും ഈ ആംപ്ലിഫയറും സെറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫോമറാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ബോക്സ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഷോർട്ട് ആവാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും കറക്റ്റായിട്ട് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് ബോക്സിൽ സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാലും മതി. അപ്പം നമ്മൾ ഈ ട്രാൻസ്ഫോമർ അല്ലായിരിക്കുന്ന കാരണം നമുക്ക് ക്ലോസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ ഒരു സ്ഥലത്ത് ഈ ബോക്സിൻ്റെ നമുക്ക് സ്ക്രൂ ചെയ്യുക അല്ലെങ്കിൽ നട്ടും ബോൾട്ട് ഇത് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ നട്ടും ബോൾട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇനി ആംപ്ലിഫയർ ആണ് വെക്കേണ്ടത്. ആംപ്ലിഫയർ നോർമലി കാറിൻ്റെ സീറ്റിൻ്റെ അടിയിലാവും ഇരിക്കുന്നുണ്ടാവുക. കാരണം വെച്ചാൽ കാറ് കുറച്ചുകൂടി മേസിയും കൂളിങ്ങും കാര്യങ്ങളുള്ള കാരണം കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ ഉണ്ട്. പക്ഷെ നമ്മളിത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഇരിക്കാൻ വീട്ടിലായി വെച്ചത് കാരണം നമ്മളൊരു ബോക്സിൻ്റെ ഉള്ളിൽ വെക്കും, കുറച്ചുകൂടി ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായ കാരണമാണ് അതുകൊണ്ട് വെക്കുന്നത്. ഇനി നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് നമുക്കിനി ഒരു DC അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് AC DC കൺവേർഷനാണ്. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ. കുറച്ചുകൂടി നല്ല ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അല്ലെങ്കിൽ ഡയോഡ് യൂസ് ചെയ്ത് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യാം. ബ്രിഡ്ജ് റെക്ടിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ഈ ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന കറണ്ട് എപ്പോഴും എ സി ആയിരിക്കും. അപ്പോൾ 13 വോൾട്ട് എ സിനെ നമുക്ക് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. അതിൽ 4 പിന്നാണുള്ളത്. അതിൽ 2 പിന്ന് എ സിയും 2 പിന്ന് ഡി സി ആണ്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ പിന്നാണ് ഡി സിയുടെ പോസിറ്റീവായിട്ടുള്ള പിന്ന്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് നെഗറ്റീവ്. അതിൻ്റെ ഇപ്പുറത്തും കാണുന്നത് എ സി ആണ്. ഇനി ഞാൻ കണക്ട് ചെയ്ത് കൂടുതൽ കാണിച്ചു തരാം. ഒരിക്കലും ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന കറണ്ടിനെ ഡയറക്റ്റായിട്ട് ആംപ്ലിഫയർ കൊടുക്കാൻ പാടില്ല. കാരണം ഡി സിയിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അത് കാരണം ഡി സി തന്നെ വേണം. നമ്മളതിന് യൂസ് ചെയ്യുന്ന വയറാണ് കൂടുതൽ. ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന സെയിം വയർ തന്നെയാണ്. അതിൽ പഴയത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വയറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ 4mm 6mm വയറുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതിന് ക്ലിപ്പ് യൂസ് ചെയ്യാം. ഞാൻ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അത് ഓൾറെഡി ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമുക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാം, ഊരുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആണെങ്കിൽ സോൾഡർ ചെയ്യാം. അതാണ് കുറച്ചുകൂടി യൂസ്ഫുൾ. അങ്ങനെ ചെയ്യാം. ബ്രിഡ്ജ് റെക്ടിഫയർ കുറച്ചുകൂടി ഹീറ്റ് ആവുന്ന ഒരു കണ്ടക്ടറാണ്. അത് കാരണം നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഹീറ്റ് സിങ്കർ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്ത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യണം. കാരണം ഹീറ്റ് നന്നായി പുറത്തേക്ക് വരും. അത് കാരണം നമ്മൾ ഹീറ്റ് സിങ്കർ ആകുമ്പോൾ കുറച്ചുകൂടി ഹീറ്റിനെ അത് പുറത്തേക്ക് കളയാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം അത് ഹീറ്റ് കൂടുതൽ എമിറ്റ് ചെയ്യണ കാരണം നമുക്ക് കറണ്ട് കൂടുതൽ ലോസ് ഉണ്ടാവും. അത് കാരണമാണ് ഞാൻ ഹീറ്റ് സിങ്കർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് സിങ്കർ വേണം. അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് റെക്ടിഫയറിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളതിന് കൊടുക്കുന്ന വയറിങ് ചെയ്യേണ്ട പോസിറ്റീവ് നെഗറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കണം. ഇത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്യണം. എന്തെങ്കിലും ഷോർട്ട് എങ്ങടെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിന് പകരം ഡയോഡ് യൂസ് ചെയ്യാം. 6 amps ഡയോഡ് അങ്ങനത്തെ യൂസ് ചെയ്ത് നമുക്ക് എ സി ഡി സി കൺവേർഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഒന്നുകൂടിയും നമുക്ക് യൂസ്ഫുള്ള് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഒരു 50 രൂപ 60 രൂപയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ലൈഫും കാര്യങ്ങളും കൂടുതലുണ്ട് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഇപ്പോൾ തന്നെ വയ്ക്കുന്നത് ആ ഒരു ബോക്സിൻ്റെ അടിയിൽ നമ്മളൊരു ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഹീറ്റ് ആ മെറ്റലും കൂടെ പാസ് ചെയ്ത് പോകും. ശരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് സിങ്കർ വെച്ച് യൂസ് ചെയ്യാണ് കുറച്ചുകൂടി നല്ല. അപ്പോൾ കുറച്ചുകൂടി ഹീറ്റ് റെഡ്യൂസ് ചെയ്ത് പോവും. അതാണ് കുറച്ചുകൂടി യൂസ്ഫുള്ള്. നമ്മൾ വയർ ഇടുമ്പോൾ ലെങ്ത്ത് മാക്സിമം കുറച്ചിടാനാണ് നല്ലത്. അതാകുമ്പോൾ കൂടുതൽ എഫക്റ്റും കൂടുതൽ കറണ്ടും കിട്ടും, കറണ്ട് ലോസ് കുറയും. ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യണതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മെയിനായിട്ട് നല്ല വർക്കിംഗ് കിട്ടുന്നത് അതിലേക്ക് കൊടുക്കുന്ന കറണ്ട് നമ്മൾ എത്രത്തോളം ബാസ് കൂട്ടുന്നു അത്ര അനുസരിച്ച് നമുക്ക് കറണ്ട് കൂടുതൽ ആംപ്ലിഫയറിലേക്ക് എടുക്കും. അപ്പോൾ കറണ്ട് കുറയണ അനുസരിച്ച് ഈ ഓഡിയോൻ്റെ ക്ലാരിറ്റി കുറയും. കൂടുതൽ ആംപിയർ കറണ്ട് കൂടുതൽ കിട്ടിയതിന് അത്രത്തോളം ക്ലാരിറ്റി കൂടും. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ വയറിങ് കാര്യങ്ങളൊക്കെ എടുത്തു, ഇനി നമുക്ക് ഇനി ഫ്യൂസ് അപ്ലൈ ചെയ്യണം. കാരണം എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ആംപ്ലിഫയറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്യൂസ് പോയില്ലെങ്കിൽ തന്നെ ഒരു ഓവർലോഡായി ഷോർട്ട് സർക്യൂട്ടായിട്ട് പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്യൂസ് ആഡ് ചെയ്യാനാണ്. അതാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ തന്നെ ഫ്യൂസ് പൊക്കോളും. ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് ഒരു 25-15 amps ഒക്കെയാണ് വരുന്നതൊരു. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തുവരിക്കുന്ന ആംപ്ലിഫയർ കുറച്ച് പവർ കൂടിയ ആംപ്ലിഫയർ ആണ്. ഒരു 2 subwoofer അല്ലെങ്കിൽ 900 വാട്ട് RMS വരെ കിട്ടുന്ന നല്ലൊരു ആംപ്ലിഫയർ ആണ് ഉള്ളത്. നല്ല വർക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ സിംഗിളായിട്ടുള്ള ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് 2 ട്രാൻസ്ഫോമർ നോർമൽ JBLും കെൻവുഡും ആണെങ്കിൽ 2 കണക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് പവർഫുൾ ആയിരുന്നു നമ്മൾ ഇത് 2 എടുത്തത്. അപ്പോൾ നമ്മൾ ഫ്യൂസ് ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇനി വേണ്ടത്, നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് നമ്മൾ കുറച്ച് പവർ കൂടിയ ആംപ്ലിഫയർ ആയ കാരണം നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നവർക്ക് ആവശ്യമില്ല. വെക്കുന്നത് നല്ലതാണ്, വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു 63 വോൾട്ടിൻ്റെ 4700 UFൻ്റെ കപ്പാസിറ്ററാണ്. അത് ഞാൻ 3 കപ്പാസിറ്റർ പാരലായി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. അത് വേണമെന്ന് നിർബന്ധമില്ല. കുറച്ച് കൂടുതൽ പവർ എടുക്കുമ്പോൾ ഈ ട്രാൻസ്ഫോമറിന് കൂടുതൽ സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പാരലായി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അത് അടിയിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിത് നോർമലായി തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് ഈ കപ്പാസിറ്റർ കൊടുക്കുന്നത്. നോർമലായി അതിന് കൊടുക്കുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ചാർജ് നമുക്ക് ഈ കപ്പാസിറ്റർ വഴി നമുക്ക് ആംപ്ലിഫയറിലേക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ വോളിയം നമ്മൾ കൂട്ടുമ്പോൾ സബ് വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതൽ പവറും കുറച്ച് ഒന്ന് സപ്പോർട്ടീവിന് വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ വെക്കുന്നത്. ഇത് കൂടുതൽ പവർ എടുക്കുന്നത് കൊണ്ടാണ്.
വേണമെന്ന് നിർബന്ധമില്ല, വെക്കേണ്ടവർക്ക് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആംപ്ലിഫയറിൽ ലൈറ്റ് കാണാം. ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് ഡിം ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കറണ്ട് ആംപ്ലിഫയർക്ക് പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കൂടുതൽ ആംബിയർ ഉള്ള ട്രാൻസ്ഫോമർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കപ്പാസിറ്റർ വെക്കണത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ നോക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം. റെക്ടിഫയറിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും അത് ഡയറക്റ്റ് ഞാൻ ഫ്യൂസിലേക്ക് ഒരു പോസിറ്റീവും, അതുപോലെ തന്നെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ പോസിറ്റീവ് ഫ്യൂസിൻ്റെ ഞാൻ ഗ്രീൻ വയറിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഞാൻ ആംപ്ലിഫയറിൽ കൊടുക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഈ ഫ്യൂസിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഒട്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, കപ്പാസിറ്റർ എന്ന് പറയുന്ന പോസിറ്റീവും റെക്ടിഫയർ എന്ന് പറയുന്ന പോസിറ്റീവും ആ ഫ്യൂസിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്തു. ഇനി മറ്റേ എൻഡ് നമുക്ക് ഡയറക്റ്റായിട്ട് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിനി നെഗറ്റീവാണ് നമുക്കിനി കണക്ട് ചെയ്യേണ്ടത്. അതിനേക്കാൾ മുമ്പ് നമുക്കിനി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്ഷനായി നമ്മൾ കൊടുക്കുന്ന 220 വോൾട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് DC വയർ വേണമെന്നില്ല, നോർമൽ AC വയർ, കുറച്ച് കട്ടി കൂടി ഗേജ് കൂടി വയർ മതി. അപ്പോൾ നമ്മൾ ഈ ഗ്രീനും ബ്ലാക്കിലേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ച വയറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. 220 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോമർ ഈ 220 വോൾട്ടിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 12 വോൾട്ട് 13 വോൾട്ട് ആക്കും. അതിനെ ഈ AC കറണ്ടാണ് ട്രാൻസ്ഫോമർ പ്രൊഡ്യൂസ് ചെയ്തത്. ആ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ടിനെ വീണ്ടും ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്തുകൊണ്ട് ACനെ വീണ്ടും DC ആക്കി 13 വോൾട്ട് 14 വോൾട്ട് ആക്കിയിട്ടാണ് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വയർ ഫിക്സ് ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സബ്വൂഫർ വേണം. അതുപോലെ തന്നെ സബ്വൂഫർ നമുക്ക് ബാസ് മാത്രം കിട്ടുള്ളൂ. അത് കാരണം നമുക്കത് കേൾക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പീക്കറും കൂടി വേണം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സബ്വൂഫർ 12 ഇഞ്ചിൻ്റെ സബ്വൂഫറും ഒരു JVCയുടെ ഒരു സ്പീക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആംപ്ലിഫയറിനെ കുറിച്ച് പറയാം. ആംപ്ലിഫയർ നമ്മൾ പല ആംപ്ലിഫയറിൻ്റെ 1 ചാനൽ 2 ചാനൽ 3 ചാനൽ അങ്ങനെ കുറേ ചാനലുണ്ട്. നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് 2 ചാനലാണ്. അതിൽ നമുക്ക് ബ്രിഡ്ജായിട്ടാണ് ഈ സബ്വൂഫറുകൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ കാണാം. അതിൽ പോസിറ്റീവും ഒരു നെഗറ്റീവ് എൻഡാണ് കണക്ട് ചെയ്യുക. അതുകൂടാതെ നമ്മൾ സ്പീക്കറിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് 2 ചാനലുണ്ട്. അതിൽ ഒരു ചാനൽ സ്പീക്കറിനാണ് ഞാൻ അവിടെ കണക്ട് ചെയ്യുന്നത്. നോർമലി ഇങ്ങനത്തെ സബ്വൂഫറിൽ നമ്മൾ ഈ സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കണക്ട് ചെയ്ത് കഴിക്കുന്നത്. കാരണം നല്ല പവറാണ് വരാം. അത് കാരണം ഒരിക്കലും ഇങ്ങനെ കണക്ട് ചെയ്തതിന് സ്പീക്കർ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മുടെ ഓൾമോസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞ് നമുക്ക് ഇനി ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ട് എത്ര നമുക്ക് വരുന്നത്, ഔട്ട്പുട്ട് എത്ര കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മൾട്ടിമീറ്ററിലാണ് ചെക്ക് ചെയ്യണത്. നമുക്കിത് പിന്നെ ഈ കപ്പാസിറ്ററും കാര്യങ്ങളും വെച്ചിട്ടുള്ള കാരണം കുറച്ചുകൂടി കൂടുതൽ കറണ്ട് നമുക്കതിൽ കാണാൻ പറ്റും. അത് നമുക്കിനി വർക്കിംഗ് ടൈമിൽ അത് കറക്റ്റായിട്ട് അതിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കി എത്രത്തോളം. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 18 വോൾട്ടോളം ഇതിൽ കാണാനുണ്ട്. ചില ആംപ്ലിഫയർ കൂടുതൽ വോൾട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ഓഫ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അത് കാരണം ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ കറക്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ ഒഴിവാക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഓരോ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഓഡിറ്റർ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട്, അപ്പോൾ നമ്മൾ ഇനി നെഗറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത്. നെഗറ്റീവ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിലൊരു കണക്ഷൻ ഉണ്ട്. കാരണം വെച്ചാൽ കാറിൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നതാണ്. കാർ ഓൺ ആയാൽ മാത്രം ആംപ്ലിഫയർ ഡയറക്റ്റായിട്ട് സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയർ കാണാം. നമുക്ക് നടുക്കിലൊരു വയർ അല്ലെങ്കിൽ കണക്ഷൻ വയറായിട്ട് കാണാം. പോസിറ്റീവ് 12 വോൾട്ട് അല്ലാണ്ട് ഒരു ഗ്രൗണ്ട് അല്ലാണ്ട് നടുക്കിലൊരു വയർ കാണാം. അതിന് നമ്മൾ 12 വോൾട്ട് നിന്ന് ഒരു ലൂപ്പിംഗ് ചെയ്യണം. അതും ആ വയറും ഈ വയറും കൂടി കണക്ട് ചെയ്യണം. രണ്ടും കൂടി ലൂപ്പ് ചെയ്യണം, ഒരുമിച്ച് ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. എന്നാലാണ് ഈ കണക്ഷൻ ജോയിൻ്റ് ആവുള്ളൂ. അതിനാണ് ഈ 12 വോൾട്ട് സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടും ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഇത് ചെക്ക് ചെയ്ത് നോക്കണം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അത് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിലത്തെ സബ്വൂഫറിൻ്റെ അത് ഊരി വെച്ചു. അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഊരി വെച്ചത്. അപ്പം നമുക്കിനി കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്തു. ഇതിൻ്റെ ബ്ലൂ ലൈറ്റ് കാണാം. ഇങ്ങനത്തെ ബ്ലൂ ലൈറ്റ് റെഡ് ലൈറ്റ് ഒക്കെയാണ് ഇതിൻ്റെ പവർ കാണിക്കുന്നത്. ശരിക്കും പവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈറ്റ് ഡിം ആവും കൂടുതൽ സബ് ഇരിക്കണം നേരത്തെ. നമ്മളിപ്പോൾ
തൽക്കാലത്തേക്ക് ഒരു ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓഡിയോ സോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ഫോണുമായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് യൂട്യൂബ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം നമ്മൾ നോക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം നമ്മുടെ വോൾട്ടേജ്. നമ്മൾ ഒരു മൾട്ടിമീറ്റർ വെച്ചുകൊണ്ട് എത്രത്തോളം വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻപുട്ടിൽ നമ്മൾ നോക്കണം. കുറച്ച് ബാസ് ഇട്ടിട്ടാണ് നമ്മൾ നോക്കുന്നത്, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12 മുതൽ 14 പോയിൻറ്റ് സംതിങ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത വോൾട്ടേജ് തന്നെയാണ്. കൂടുതൽ വർക്കിംഗ് കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പവർ കൂടിയ ട്രാൻസ്ഫോമർ, 15 ആംപ്സിൻ്റെ ട്രാൻസ്ഫോമർ ഇതുപോലെ തന്നെ ചെയ്ത് നല്ല എഫക്റ്റോട് കൂടി തന്നെ വർക്ക് ചെയ്തും കുഴപ്പമില്ലാത്ത വർക്കിംഗ് തന്നെയുണ്ട്. JBL പോലത്തെ ആംപ്ലിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആംപ്ലിഫയർ ട്രാൻസ്ഫോമർ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്ത് തന്നെ ചെയ്യും. ഇത് സിമ്പിളാണ്, വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തുടർച്ചയായി ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ വീണ്ടും ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്.